4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം കണ്ടാലോ. അരക്കപ്പ് അവൽ എടുക്കുക, അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് അപ്പോൾ തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അവലായതുകൊണ്ട് തന്നെ വെള്ളത്തിലധികം നേരം കിടന്നാൽ ശരിയാവുകയില്ല. ഇതേപോലെ പിഴിഞ്ഞ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ വലിയൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഈ അവൽ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് ഇതേപോലെ ഉടച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ സ്വല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു 1/2 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് ബാറ്ററാക്കി വെക്കുക. ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഓട്സാണ് എടുക്കുന്നത്, ഇതിലേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ നിറമാവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഓട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കറുമുറാന്നിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല അകം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ, ഈ പൊട്ടറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എല്ലാ വെജിറ്റേറിയൻസുകാർക്കും കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.